ബസ് മുത്തശ്ശന് രാജകീയ റീ എൻട്രി നൽകുകയാണ് വിദ്യാർത്ഥികൾ. ഇടുക്കി രാജകുമാരി MGM ITIയിലെ വിദ്യാർത്ഥികളാണ് പഴയ ടാറ്റ മെർസിഡസ് ബെൻസ് ബസിന് പുതുജീവനേകിയത്. ഒരു കാലത്ത് കേരളത്തിന്റെ നിരത്തുകളെ കീഴടക്കിയിരുന്ന ബസ്സായിരുന്നു ഇത്. രാജകുമാരി MGM ITIയുടെ ഗാരേജിൽ വിശ്രമിക്കുന്ന ബസ് മുത്തശ്ശനെ ആരും ഒന്ന് നോക്കി നിന്നു പോകും. പഴമയുടെ പ്രൗഢിയിൽ തല ഉയർത്തി നിൽക്കുന്ന വാഹനം. ടാറ്റയും മെഴ്സിഡസ് ബെൻസും ചേർന്ന് നിർമ്മിച്ച ബസ് 1962 തിരുവനന്തപുരത്തിന്റെ നിരത്തുകളിൽ ഓട്ടം ആരംഭിച്ചത്. 1965 KSRTCയുടെ ഭാഗമായി KLX 604 എന്ന നമ്പറിൽ കേരളത്തിലുടനീളം സർവീസ് നടത്തി. 1978 രാജകുമാരി ITI ബസ് സ്വന്തമാക്കിയത്. ഏറെ നാളായി വിശ്രമ ജീവിതത്തിലായിരുന്ന ബസ് വിദ്യാർത്ഥികളുടെ ആഗ്രഹപ്രകാരം നവീകരിക്കുകയായിരുന്നു. സാർമാരെല്ലാം സപ്പോർട്ട് ചെയ്ത് പെയിന്റും സാധനങ്ങളെല്ലാം മേടിച്ചു. ഞങ്ങൾ 4-5 പേരെല്ലാം കൂടി സീനിയേഴ്സും ജൂനിയേഴ്സും എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ചെയ്ത് ഇത്രയാക്കിയെടുത്തു. 1 ലക്ഷത്തോളം രൂപ ചിലവിട്ടാണ് ബസ് നവീകരിച്ചത്. പഴമയുടെ പ്രൗഢി ഒട്ടും ചോരാതെ ബസ് വീണ്ടും നവീകരിക്കാനായി. ഇനി വരും തലമുറയ്ക്ക് പഴയകാല സ്മരണകൾ നിലനിർത്താൻ വേണ്ടി ഈ ബസ് ഇതുപോലെ പണി കഴിപ്പിക്കണമെന്ന് നാട്ടുകാരുടെ ആവശ്യപ്രകാരമാണ് നമ്മൾ ഈ തീരുമാനത്തിലേക്ക് എത്തുകയും കുട്ടികൾ അതിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തു. ഇതിന് ഏറെ പ്രത്യേകതകളുണ്ട്. ഇതിന് നമ്മൾ നോക്കുമ്പോൾ കാണാം, ഇതിന് ഇൻഡിക്കേറ്ററുകളൊന്നും ഇല്ലാത്തൊരു വണ്ടിയാണ്. ഹെഡ്ലൈറ്റ് മാത്രമാണ് ഇതിനുള്ളൂ. പുറകിൽ ബ്രേക്ക് ലൈറ്റ് ഉള്ളൂ. ഇതിൻ്റെ ക്യാബിനിൽ കയറി നോക്കിയാൽ കാണാം, അവിടെ ലൈറ്റുകളൊന്നുമില്ല. അത്രയ്ക്കും പഴമയുള്ളൊരു വണ്ടിയാണ് ഇത്. കേരളത്തിന്റെ പഴയ പടക്കുതിരയെ കാണാൻ നിരവധി ആളുകളും എത്തുന്നുണ്ട്. റീൽസായും സ്റ്റോറിയായും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ഈ ബസ് മുത്തശ്ശൻ. ഒരു കൗതുകത്തിൻ്റെ പുറത്ത് വന്നാണ്. കണ്ടു കഴിഞ്ഞപ്പം കൊള്ളാം. നമുക്കൊക്കെ മുമ്പേ ജീവിച്ചു പോയൊരു യാത്ര ചെയ്തൊരു വാഹനം കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. കുട്ടികളുടെ പഠനാവശ്യത്തിനൊപ്പം പൊതുജനങ്ങൾക്ക് പഴയ മോഡൽ ബസ് കാണാൻ അവസരവും ഒരുക്കുകയാണ് MGM ITI അധികൃതർ. ന്യൂസ് 18 ഇടുക്കി.